ഒഡീഷയിലെ ബാലസോറിൽ തീവണ്ടികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് രാജ്യം മുക്തമാകും മുൻപാണ് സമാനമായ മറ്റൊരു അപകടം ബംഗാളിൽ ഉണ്ടാകുന്നത്. കവച് സുരക്ഷാ സംവിധാനം അടക്കമുള്ള ആധുനികവൽക്കരണം പ്രഖ്യാപനം മാത്രമാകുമ്പോൾ റെയിൽവേ ട്രാക്കുകൾ കുരുതിക്കളമായി മാറുന്നത് തുടർക്കഥയാവുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേയായ ഇന്ത്യൻ റെയിൽവേയുടെ ഖ്യാതിക്ക് മങ്ങലേൽപ്പിക്കുന്നതിനപ്പുറം സാധാരണക്കാരനായ യാത്രക്കാരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നതാണ് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ. കഴിഞ്ഞ വർഷം ജൂൺ 2-നാണ് കോറമണ്ഡൽ എക്സ്പ്രസ് ചരക്ക് തീവണ്ടിയുമായി ഒഡീഷയിലെ ബാലസോറിൽ കൂട്ടിയിടിച്ച് 296 പേർ കൊല്ലപ്പെടുകയും 1000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു വർഷത്തിനിപ്പുറം ബംഗാളിൽ അപകടമുണ്ടാക്കിയതും നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ഒരേ ട്രാക്കിലൂടെ 2 ട്രെയിനുകൾ കടത്തിവിട്ടതാണ്. കവച് സുരക്ഷാ സംവിധാനമടക്കമുള്ള സാങ്കേതികവൽക്കരണം ഉടൻ നടപ്പാക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. 2014 ജൂൺ മുതൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടെ രാജ്യത്തുണ്ടായത് 71 ട്രെയിൻ അപകടങ്ങളാണ്. കോവിഡ് മഹാമാരിയെ തുടർന്ന് മാസങ്ങളോളം രാജ്യത്തെ ട്രെയിൻ ഗതാഗതം പരിമിതമായി മാത്രമേ പ്രവർത്തിച്ചിരുന്നുള്ളൂ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സിലിഗുഡിയിലേതടക്കം 17 അപകടങ്ങളിലായി ഇന്ത്യയിൽ 366 പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് കണക്ക്. ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് ബാലസോറിൽ പറഞ്ഞ വാക്കുകൾ മന്ത്രി അശ്വിനി വൈഷ്ണവ് സിലിഗുഡിയിലും ആവർത്തിക്കുകയാണ്. അതേസമയം തുടർച്ചയായി ഉണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് മാറി നിൽക്കാനാകില്ലെന്നും റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിക്കഴിഞ്ഞു. വിഷയം സർക്കാരിനെതിരെ ശക്തമായ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. 24 ഡൽഹി.